നിരവധി സംഭവ വികാസങ്ങളാണ് പശുവിൻ്റെ പേരിൽ ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ളത്. നിരപരാധികളെ വേട്ടയാടിക്കുന്നു. പശു മാതാവാണെന്ന് പറഞ്ഞ്, ഗോമാതാവാണെന്ന് പറഞ്ഞ് പലരെയും വേട്ടയാടിക്കുന്നു. പശുവിൻ്റെ പേരിലുള്ള ആക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ച ഒരു പോലീസുകാരനെ പരസ്യമായി ചിലർ കൊലപ്പെടുത്തി. അതിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് പോലും സർക്കാരാണെന്നുള്ള വാർത്തകളാണ്, റിപ്പോർട്ടുകളാണ് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ പശുവിനെ മുന്നിൽ നിർത്തിയിട്ടുള്ള ഒരു നാടകം. ആ നാടകത്തിലൂടെ രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കുകയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയും ചെയ്തതാണ് BJPയുടെ നേട്ടം. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവരിപ്പോൾ ആയുധമാക്കി മുന്നോട്ട് പോകുന്നതും. എന്നാൽ എന്താണ് ഈ പശു രാഷ്ട്രീയത്തിലൂടെ യോഗി ആദിത്യനാഥിന് സംഭവിച്ചിട്ടുള്ളത്? UPയിൽ യോഗിയെ പശു കടിച്ചു എന്ന് വേണം പറയാൻ. നിരവധി പശുക്കളാണ് ചത്തുപോകുന്നത്. അതായത് ഓരോ ദിവസവും പശുക്കൾ ചത്തുപോകുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് UPയിൽ നടക്കുന്നുള്ളത്. കനൂജ് ജില്ലയിൽ 12ഓളം പശുക്കളാണ് പട്ടിണി മൂലം ചത്തുപോയിട്ടുള്ളത്. അതായത് പശുവിനോടുള്ള സ്നേഹം കൂട്ടാൻ വേണ്ടിയിട്ട് ക്ഷീര കർഷകർക്ക് പശുവിനെ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കനൂജ് ജില്ലയിലെ ആ പശുക്കൾ ചത്തുപോയ ആ പ്രദേശത്ത് യോഗി ആദിത്യനാഥിനെതിരെ വലിയ പ്രക്ഷോഭമാണ് അവിടെ പ്രദേശവാസികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധത്തെ നേരിടാൻ വലിയ രീതിയിലുള്ള പദ്ധതികളും അവർ ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ദേശീയ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ രാഷ്ട്രീയമാക്കി മുന്നോട്ട് പോയവർക്ക് ഒടുവിൽ പശു തന്നെ മറുപടി കൊടുക്കുന്ന ഒരവസ്ഥ. എന്നാൽ പലയിടങ്ങളിലെയും അവസ്ഥകൾ എന്ന് പറയുന്നത് പശുക്കൾ ചത്തുപോയിട്ട് അതിനെ പലയിടങ്ങളിലും വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ വരെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ പശുവിനെ മുന്നിൽ നിർത്തിയിട്ട്, ക്ഷീര കർഷകരെ മുന്നിൽ നിർത്തിയിട്ട് നടത്തിയ നാടകത്തിന് ഒരു തിരശീല വീഴുകയാണ്. നിരവധി പശുക്കളെ ഇറക്കി യോഗി ആദിത്യനാഥ് കളിച്ച രാഷ്ട്രീയ വോട്ട് ബാങ്കിന്റെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, പശു യോഗിയെയും കൊണ്ടേ ഇനി UP വിടുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.